ഹേ എവരി വൺ, ട്രേഡിംഗ് സീരീസിലെ 5ാമത്തെ പാർട്ടാണിത്. ഇതുവരെയുള്ള സീരീസിൽ നമ്മൾ അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ച് അഡ്വാൻസിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാവുന്ന ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ഫ്യൂവൽ ഓഫ് മാർക്കറ്റ് എന്ന് പറയപ്പെടുന്ന ലിക്വിഡിറ്റിയെക്കുറിച്ചാണ്. ലിക്വിഡിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ കുറേ ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ എത്രത്തോളം അത് പ്രധാനപ്പെട്ടാണ് മാർക്കറ്റിലെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. നമ്മുടെ അടുത്തൊരു വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ ഈ വെഹിക്കിളിന് യാത്ര ചെയ്യണമെങ്കിൽ അതിന് ഇന്ധനം വേണം. അപ്പം അത് എത്രത്തോളം പ്രധാനപ്പെട്ടെന്ന് അറിയാലോ. അപ്പം അതേപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി. മാർക്കറ്റിൻ്റെ ഫ്യൂവലാണ്, അല്ലെ മാർക്കറ്റിൻ്റെ ഇന്ധനമാണ് ലിക്വിഡിറ്റി. അപ്പോൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എന്ന കോൺസെപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സെൽ സ്റ്റോപ്പും ബൈ സ്റ്റോപ്പുമാണ് ലിക്വിഡിറ്റി എന്ന് പറയപ്പെടുന്നത്. ഓരോ ക്യാൻഡിലിൻ്റെ അപ്പ് സൈഡിലും ഡൗൺ സൈഡിലും ലിക്വിഡിറ്റി ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡ് ക്യാൻഡിൽ, എന്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറേ പേരെ ട്രേഡ്സ് ആയിരിക്കും, അവിടെ എടുത്ത ട്രേഡ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ SL സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയായിരിക്കും. അതേപോലെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഇതേ കുറേ പേരെ സെൽ ഓർഡേഴ്സ് ആയിരിക്കും. അപ്പോൾ സെൽ ഓർഡർ എടുത്ത ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയായിരിക്കും? ബിയറിഷ് ക്യാൻഡിൻ്റെ മുകളിൽ ആ സ്വിംഗ് ആയിരിക്കും മുകളിലായിരിക്കും. അപ്പോൾ ഈ വലിയ വലിയ ബാങ്കുകളും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡേഴ്സും എന്താക്കും? നമ്മുടെ ഇതേപോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റിനെ അപ്പ് ആൻഡ് ഡൗൺ ആക്കും. അപ്പോൾ ഇങ്ങനെയാണ് ലിക്വിഡിറ്റി മാർക്കറ്റ് വർക്ക് ആകുന്നത്. ലിക്വിഡിറ്റി എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഹൈ സ്വിംഗ് ലോയിൻ്റെ മുകളിലും താഴെയായിട്ട് ലിക്വിഡിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ട്രെൻഡ് ലൈൻ പോകുന്നത്, അത് അപ്പ് സൈഡ് ട്രെൻഡാണ്, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ്റെ താഴെ മുകളിലായിട്ട് ലിക്വിഡിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി എന്നും എങ്ങനെയാണ് ലിക്വിഡിറ്റി മാർക്കറ്റ് വർക്ക് ആകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ DM മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ബൈ.